പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തന്റെ ജീവൻ രക്ഷിച്ചതിലുള്ള സന്തോഷം വ്യക്തമാക്കിയിരിക്കുകയാണ് കൺമണിയോട് ഇപ്പോൾ ക്രിഷ്. കൺമണി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചുപോയേനെ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നീ എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി എൻ്റെ ചുറ്റുമുള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? കൺമണി, നിന്നെ ഞാൻ ഇപ്പോൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. നീയുള്ളപ്പോൾ എനിക്ക് യാതൊരു പേടിയുമില്ല എന്ന് പറഞ്ഞ് ക്രിഷ് കൺമണിയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം കൺമണിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ കൺമണി നിന്നു പോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് കൺമണി വിചാരിച്ചിരുന്നതല്ല. ഇതേ തുടർന്ന് ഈ കാര്യം തൽക്കാലത്തേക്ക് ആരും അറിയണ്ട എന്ന് വ്യക്തമാക്കുന്ന ക്രിഷ് കൺമണിയെയും കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങുകയായി. ഒരിക്കലും കൺമണിയെ ഞാൻ മറക്കുകയില്ല എന്ന് ക്രിഷ് അറിയിച്ചത് കൺമണിയെ ഞെട്ടിച്ചു കളയുന്നു. എന്നാൽ ഇതേ സമയം ക്രിഷിന് നേരെ ഉണ്ടായ ആക്രമണത്തെ പറ്റി അറിയാനിടയാകുന്ന ബലരാമന്റെ സഹോദരി ബലരാമനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ തീരുമാനമെടുക്കുന്നു. ഏട്ടനല്ലേ ക്രിഷിനെ കൊല്ലുന്നതിനായി ആളെ വിട്ടത്? അപ്രതീക്ഷിതമായ തന്റെ സഹോദരിയുടെ ചോദ്യം കേട്ട് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്ന ബലരാമൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. പക്ഷേ അത് വിശ്വസിക്കാൻ തയ്യാറാകാത്ത ബലരാമന്റെ സഹോദരി, കൃഷിനെ കൊല്ലണം എന്ന് പറഞ്ഞ് ചേട്ടൻ നടക്കുന്ന കാര്യം എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. എന്നോട് ചേട്ടൻ സത്യം പറയണം. ചേട്ടൻ തന്നെയല്ലേ ഈ പ്ലാനിങ് നടത്തിയത്? മറ്റാരും കൃഷിനെ കൊല്ലുന്നതിനായി ഇങ്ങനെയുള്ള പ്ലാൻ ഒന്നും നടത്തുകയില്ല. ഇത് കേട്ടതിനെ തുടർന്ന് നീ എന്തുകൊണ്ടാണ് എന്നെ വിശ്വസിക്കാത്തത്? എനിക്ക് നിന്നോട് നുണ പറയേണ്ട ആവശ്യം ഉണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിന്നോട് പറഞ്ഞത് സത്യമാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിന്നോട് പറയും. അതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ബലരാമൻ, പക്ഷേ ഞാനല്ല ആ കാര്യത്തിന് പിന്നിൽ കളിച്ചത് എങ്കിൽ പിന്നെ ആരായിരിക്കും എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. നിനക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ബലരാമൻ തൻ്റെ സഹോദരിയോട് തിരികെ ചോദിച്ചതിനെ തുടർന്ന് ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ബലരാമന്റെ സഹോദരി. ആരാണ് നിന്റെ മനസ്സിൽ? ഇത് കേട്ടതിനെ തുടർന്ന് ചേട്ടൻ ഇപ്പോൾ വിചാരിച്ച ആൾ തന്നെ, അയാൾ തന്നെയാകും ഇതിന് പിന്നിലും കളിച്ചത്. ഇത് കേട്ടതിനെ തുടർന്ന് അമ്മ, അതെ, നമ്മുടെ അമ്മ തന്നെയാണ് അവരെ പറഞ്ഞു വിട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. നിങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് അമ്മ അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യത്തിൽ അമ്മയെയാണ് സംശയിക്കുന്നത്. അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്തിരുന്നുവെങ്കിൽ എന്നോട് പറയുമായിരുന്നു എന്ന് ബലരാമൻ പറഞ്ഞതിനെ തുടർന്ന് ഏട്ടന് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അവൾ. ചേട്ടൻ അമ്മയെ അധികമായി വിശ്വസിക്കരുത്. അമ്മ കാര്യങ്ങൾ കുറെയൊക്കെ മറച്ചു വെച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആ കാര്യം ചേട്ടൻ മനസ്സിലാക്കണമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സുമിത്രയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയാണ് ബലരാമൻ. ഇതേ തുടർന്ന് സുമിത്രയെ കാണാൻ പോകുന്ന ബലരാമൻ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം സുമിത്രയോട് തുറന്നു പറയാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ബലരാമനോട് ഞാൻ സത്യം പറയാം, നീ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം അബദ്ധത്തിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നീയറിയാതെ ഇങ്ങനെ ഒരു പ്ലാൻ നടത്തിയത്.
അതിലെനിക്ക് യാതൊരു നാണക്കേടുമില്ല. കാരണം നീ ഇപ്പോൾ വൻ തോൽവിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു പദ്ധതി നീ പോലും അറിയാതെ നടപ്പിലാക്കിയത്. അതുകൊണ്ടെന്താ, അവർ ഇപ്പോൾ നടുങ്ങിക്കഴിഞ്ഞു. ഇനി കാര്യങ്ങൾ നമ്മൾ നൈസായി മാനേജ് ചെയ്യും. കൃഷിന്റെ മരണം അത് നീയും ആഗ്രഹിച്ചതല്ലേ? ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതിനെ തുടർന്ന് എന്തു മറുപടി പറയണമെന്നറിയാതെ ആകെ പകച്ച് പോകുന്ന ബലരാമൻ ഒടുവിൽ എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമനോട് ഇനി നീ പുറകിലിരുന്ന് കളി കണ്ടാൽ മതി എന്ന് വ്യക്തമാക്കുകയാണ് സുമിത്ര. കാര്യങ്ങൾ ഞാൻ നടത്തി കാണിച്ചു തരാം. എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞ് ഇനി നീ അറിയും. ഇനിയാണ് കളി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോയതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.